മഴയുടെ സംഗീതം കേട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ പ്രഭാതങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വിചാരിച്ചു ഇന്നത്തെ ദിവസം മുഴുവൻ മഴ തന്നെയായിരിക്കുമെന്ന്. പക്ഷെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തെ ഏകദേശം മഴയൊക്കെ അങ്ങ് മാറി, കാലാവസ്ഥയൊക്കെ അങ്ങ് തെളിഞ്ഞു കേട്ടോ. അപ്പൊ ഞാനും ആമിക്കുട്ടിയും കൂടി അമ്പലത്തിൽ പോയി. അങ്ങനെ അമ്പലത്തിൽ പോയി അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ശാന്തി വയറ് നിറച്ച് പായസവും പിന്നെ നമ്മുടെ ആയില്യം പൂജയ്ക്കുള്ള പാലും പഴവും ഒക്കെ തന്നു കേട്ടോ. അപ്പൊ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷേ ആ മഴ എന്നെ ചതിച്ചു. നല്ല ശ്വാസം മുട്ടലും പിന്നെന്താ ജലദോഷം, അങ്ങനെ ഭയങ്കര പ്രശ്നമായി. വൈകുന്നേരം ആയപ്പോൾ തീരെ വയ്യാതെ ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോയി. കൈ നിറച്ച് മരുന്ന് കിട്ടി. ഞങ്ങൾ പോയപ്പോഴത്തേക്കും അവിടെ പള്ളിയിൽ കയറി മെഴുകുതിരിയൊക്കെ കത്തിച്ചിരുന്നു കേട്ടോ. വയറ് നിറച്ച് കഴിക്കാനുള്ള മരുന്നുണ്ട്. അപ്പം അങ്ങനെ ചായ കുടിച്ചിട്ട് അപ്പം തന്നെ മരുന്ന് കഴിച്ചോന്ന് ഡോക്ടർ പറഞ്ഞ കാരണം ചായയൊക്കെ വെച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. മുതലക്കുഞ്ഞ് കിടക്കുമോ ഇതുപോലെ. പക്ഷെ എൻ്റെ തമ്പുരാനേ, അത് കിടക്കണ കിടപ്പ് കണ്ടോ, ആ പൈപ്പ് കെട്ടിപ്പിടിച്ച് കിടക്കുക കേട്ടോ അത്. അപ്പം അങ്ങനെ ഞാൻ ജനൽ തുറന്നിട്ടും അതിനൊരു പേടി ഉണ്ടായില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ജനലടച്ചോ, എനിക്ക് പേടിയില്ല എന്നുള്ള മട്ടിലാണ് അത് കിടക്കുന്നുണ്ടായത്. അപ്പം അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇട്ടിട്ട് തവാതിക്ക് വന്നിരുന്ന് ബിസ്ക്കറ്റും പിന്നെന്താ പാലക് മുറുക്കാട്ടോ കഴിക്കാനായിട്ട് ചായയൊക്കെ ഉണ്ടായത്. അപ്പം ഞങ്ങളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഭക്ഷണത്തിന് മുൻപുള്ള ഗുളിക ഞാൻ ഓൾറെഡി കഴിച്ചു. അപ്പൊ ആമിക്കുട്ടി ദേ പൂക്കിയാണ് മെയിനാണെന്നും പറഞ്ഞുകൊണ്ട് ചെവിയിൽ ഒരു ചെമ്പരത്തിക്ക് പകരം വാടാമല്ലിയൊക്കെ വെച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മി 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 നിൽക്കുമായിരുന്നേ. അപ്പൊ ഞാൻ രാത്രിത്തേക്കുള്ള പരിപാടിയാണ് പിന്നെ ചെയ്യുന്നത്. ഇന്നത് കാരണം വിളക്ക് വയ്ക്കലും കാര്യങ്ങളും ഒന്നും തന്നെ നടന്നില്ല കേട്ടോ. രാത്രിത്തേക്ക് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. പിന്നെ ഇറച്ചിക്കറിയാണ്, ബീഫ് കറി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്ന വഴി വാങ്ങിച്ചിട്ട് പോന്നു. പിന്നെ രാവിലത്തെ ഉരുളക്കിഴങ്ങ് കറിയുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ആമിക്കുട്ടി അരിഞ്ഞു തന്ന സവാളയുണ്ട്. അപ്പൊ അങ്ങനെ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വയറ് നിറച്ച് കഴിക്കാൻ പിന്നെയുണ്ട് ബാക്കി. ഓൾറെഡി ഞാൻ 3 ഗുളിക അകത്താക്കിയിട്ടാണ് പിന്നെ ഞാൻ ഈ ഗുളിക അകത്താക്കുന്നത്. 6-7 ഗുളികയാണ് ഇപ്പൊ മൊത്തം വൈകുന്നേരം ഞാൻ അകത്താക്കിയിരിക്കുന്നത്. എല്ലാം പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.